ഹായ് ഗായ്സ്, ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് നങ്കുമീനാണ്. നങ്കുമീനിൻ്റെ കൂട്ടത്തിൽ അയലയുമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നങ്കെടുത്ത് കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. അയല മീനെടുത്ത് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നങ്ക് ഞാനിങ്ങനെ വെട്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മാങ്ങയും കുറച്ച് മുരിങ്ങയ്ക്കായും കൂടിയാണ് ഇടുന്നത്. ചെറിയുള്ളി എടുക്കാൻ നോക്കിയപ്പം ചെറിയുള്ളിയുടെ വലിപ്പം നോക്കിയേ നമ്മുടെ സവാള പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ചെറിയുള്ളിയും കൂടി അരച്ച് എടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മളുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ അതിലേക്കിട്ട് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പച്ച കറിവേപ്പില കിട്ടിയായിരുന്നു. അപ്പോൾ നന്നായിട്ടത് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ടുന്ന ഇച്ചിരി ഉപ്പ്, കുറച്ച് പുളിയെ ഇതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതപ്പോൾ അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അത് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മുരിങ്ങയ്ക്ക ഇട്ട് ഇത് കറി വയ്ക്കുന്നത്. അറിയില്ല എത്രത്തോളം നല്ലതാണ് എന്ന്. ഇങ്ങനെ യൂട്യൂബിൽ കണ്ടു. അത് കാരണം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് മുരിങ്ങയ്ക്ക ഇട്ട മീൻ കറി വയ്ക്കാമെന്ന്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം അത് തിളച്ച് വന്നപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടിനും അധികം വേവില്ലാത്ത കാരണം ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പം മുരിങ്ങയ്ക്ക ഇട്ടു. അതും ഇപ്പം തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ അത് തിളച്ച് വരട്ടെ. അതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പച്ച മാങ്ങയുടെ പീസസും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളത്, അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പം അതും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കാം നമുക്ക്. എന്തോ ആകുമോ എന്തോ അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് മുരിങ്ങയ്ക്ക ഇട്ട് വയ്ക്കുന്ന. പച്ചമാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അറിയില്ല, എന്തായാലും നോക്കാം. നമ്മളുടെ മീൻകറി ഇരുന്നിങ്ങനെ തിളച്ച് പറ്റി വരുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം എത്ര ഇതുവരെ ആയി എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങളൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാറുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂടി വയ്ക്കും. അപ്പോൾ മൂടി വെച്ച് എല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം നോക്കി നമ്മളുടെ മീൻകറി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. മീൻകറി നല്ല സൂപ്പറായിട്ടുണ്ട്, ടേസ്റ്റുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരു ഓമയ്ക്ക പപ്പായ തോരൻ വെക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കഴിഞ്ഞ് എടുക്കുകയാണ്. പകുതി മതി. പക്ഷേ ആ ഓമയ്ക്ക കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇത് പറ്റിയത്, അതിൽ അരിയൊന്നുമില്ല. ഒരു 4 അരിയേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എവിടെ പോയാവോ. എന്തായാലും അത് കൊത്തി അരിഞ്ഞ് തോരൻ വയ്ക്കാം. ഇത് ടൈം എടുക്കുമോ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് തോരൻ വയ്ക്കാനായിട്ട്? കുറേ സമയം എടുക്കും. ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് കഴിഞ്ഞാൽ എളുപ്പം വരും. പക്ഷേ അതൊരു ടേസ്റ്റ് കുറവ് പോലെ എനിക്ക് തോന്നുന്നത് കാരണം ഇട്ടത്തില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞളും എല്ലാം കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം കടായി അടപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കടുകിട്ടു, കറിവേപ്പില ഇട്ടു, കൊച്ചുള്ളി കട്ട് ചെയ്തിട്ടു. അതൊന്ന് ഫ്രൈ ആവട്ടെ. അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതൊന്ന് ഫ്രൈ ആക്കിക്കൊണ്ടേ ഇരിക്കാമേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നുറുക്കി വെച്ചിരുന്ന സവോളയും പപ്പയും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന
തേങ്ങ അങ്ങോട്ട് തട്ടി കൊടുക്കാം. എന്നിട്ട് പപ്പായ അരിഞ്ഞതുകൊണ്ട് നമ്മൾ അതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് മൂടി തുറന്ന് നോക്കണ്ടേ, നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പ് പരുവാണെന്നുണ്ടെങ്കിൽ ഇടണ്ട, ഇല്ല ഉപ്പ് ഇച്ചിരൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും ഇട്ട് ഉപ്പ് പാകത്തിനായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ അടഞ്ഞിരുന്ന് ചെറിയ തീയിൽ വെന്ത് വരട്ടെ. അപ്പോഴേക്കും ഞാൻ കുറച്ച് മീനും കൂടി ഫ്രൈ ചെയ്യാനിരിക്കുന്നുണ്ട്. ഫ്രൈങ് പാൻ അടപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ മീനാണ്. ഈ മീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെയൊക്കെ ഈ മീൻ നല്ല സുലഭമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എണ്ണയ്ക്ക് ഒരു നല്ലൊരു മണം കിട്ടും. മീൻ ഫ്രൈ ചെയ്യുമ്പോഴും അതിന് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ മീൻ ഓരോന്ന് പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളത് മതിയല്ല, നമുക്ക് പിന്നെ ആണെങ്കിലും അതെടുത്തിട്ട് വറക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആവശ്യമുള്ള മീൻ മാത്രം എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനപ്പുറത്ത് നമ്മളുടെ ചോറിരുന്ന് വേകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സാമ്പാറും കൂടി ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ആഹാരം അടിപൊളിയാണ്. മീൻ വറുത്തത്, സാമ്പാർ, മീൻ കറി, പപ്പായ തോരൻ, വിഭവസമൃദ്ധമായ ഊണാണിന്ന്. അപ്പം ഞാൻ നമ്മുടെ ഇല പ്ലേറ്റിലേക്ക് ആവശ്യമുള്ള ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പം നല്ല കുഴിയൊക്കെ അങ്ങോട്ടാക്കി സാമ്പാർ ഒഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ പപ്പായ തോരൻ ഇറങ്ങി വരട്ടെ. പപ്പായ തോരൻ ഇട്ട് കൊടുക്കുന്നു. പപ്പയും പയറും കൂടെയാണ് വേണ്ടത്. പയർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അത് കാരണം അത് മാത്രം ഇട്ടു. അപ്പം ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. ചോറുണ്ട് കഴിഞ്ഞപ്പം വിചാരിച്ചൊരു മാങ്ങ കട്ട് ചെയ്യാമെന്ന്. ഒരു മാങ്ങയുടെ വലിപ്പം ഒന്ന് നോക്കിക്കുക എത്ര വലുതാണെന്ന്. ഒരു നല്ല നാളികേരത്തിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. എന്തായാലും അത് കട്ട് ചെയ്തു. എന്താ മധുരമാണെന്നറിയാമോ? നല്ല മധുരം. അത് കട്ട് ചെയ്തു കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. നല്ല മഴയൊക്കെയാണ് നാട്ടിൽ. എല്ലാവരും സുഖമായിട്ട് സൂക്ഷിച്ച് ഇരിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരും സൂക്ഷിക്കുക, കരുതലോടെ ഇരിക്കുക എപ്പോഴും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.